സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും. വിവരങ്ങൾ നൽകാൻ ടിൻറ്റു ദാസ് ചേരുകയാണ്. ടിൻറ്റു, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം മഴ തുടരുന്നു. ഇപ്പോൾ പുതിയ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. ആതിര, സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 6 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. അടുത്ത 3 മണിക്കൂറുകളിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴകൾ ലഭിക്കാമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ ശക്തമാകുന്നതോടൊപ്പം തന്നെ മഴക്കെടുതികളും വർദ്ധിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകൾക്കും നിലവിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മൺസൂൺ ശക്തമായതോടെ മധ്യ വടക്കൻ ജില്ലകൾക്കാണ് ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, തീരദേശ മേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇടുക്കി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ രാത്രികാല നിരോധനവും, രാത്രികാലമല്ല പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിന്നൽ പ്രളയം, മേഘവിസ്ഫോടനം തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അനാവശ്യമായിട്ടുള്ള ഈ മലയോര മേഖലയിലേക്ക് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാറ്റിന്റെ ഗതി മാറി വീശിയേക്കാം. ഒരുപക്ഷെ കടലിൽ പോകുന്നവർക്ക് മഴയെക്കാളും മുന്നറിയിപ്പ് നൽകുന്നത് കാറ്റാണ്. അതിശക്തമായ മഴയുള്ള സമയത്ത് കടലിൽ പോകരുത്. ഒരുപക്ഷെ കാറ്റിന്റെ ഗതിമാറ്റം വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേലിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ വേലിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഉയർന്ന തിരമാല സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. പലപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റി, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും മാനിക്കാതെ കടലിൽ പോകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ ഈ മുന്നറിയിപ്പുകൾ പാലിക്കാതെ കടലിൽ പോകരുത്. കടലിൽ പോയാൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖത്ത് നിന്നും മീൻ പിടിക്കാൻ പോയ 2 പേര് പോയ വള്ളം മറിഞ്ഞ് ഒരാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. വരുന്ന മണിക്കൂറിൽ മഴ ശക്തമാകാം. മഴ, കാറ്റിന് പുറമേ തന്നെ ഇടിമിന്നൽ സാധ്യതയാണ്. സംസ്ഥാനത്ത് ഈ വർഷം ഇടിമിന്നലിൽ ബാധിച്ച് മരിച്ചത് 7 പേരാണ്. ഒറ്റപ്പെട്ട ശക്തിയായ മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ ഇടിമിന്നൽ സാധ്യതയുണ്ട്. ഇടിമിന്നലിന് ഉള്ള മുന്നറിയിപ്പുകളും പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ ഈ മരത്തിന് ചോട്ടിൽ അതുപോലെ തന്നെ ഉയർന്ന സ്ഥലത്തൊന്നും കയറി നിൽക്കരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീടുള്ളത് മിന്നൽ പ്രളയമാണ്. ഈ പെട്ടെന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും പതിവായി കാണുന്നു. അപ്പോൾ അതും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നീട് ഉള്ളത് മേഘവിസ്ഫോടനം, മിന്നൽ പ്രളയം പോലുള്ള സാധ്യതകളാണ്. വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോകുന്നവർ സൂക്ഷിക്കുക. കാരണം വൃഷ്ടിപ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ കണക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. ഇത്തവണ വലിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ളൊരു മഴ അല്ലെങ്കിൽ മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും പാലിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഇന്ന് 6 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്ക് അലർട്ട് നൽകിയിട്ടില്ല. ആലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. എന്തായാലും അതിശക്തിയായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നതെന്നാണ് മുന്നറിയിപ്പ്. ആതിര. ശരി, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളാണ് ടിൻറ്റു ദാസ് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.